അയ്യോ ഓടിക്കോടെ ഈയാമ്പാറ്റ. ഓഹോ. ഹലോ, ഹായ്. കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈയാമ്പാറ്റയെ കൊണ്ട് രക്ഷയില്ലല്ലോ പൊന്നേ. ഇത് കൃഷ്ണമല തീർത്ഥാടനത്തിനെ ആൾക്കാരെക്കാളും കൂടുതലുള്ള ഈയാമ്പാറ്റകൾ. ലൈറ്റെല്ലാം ഏകദേശം കടകൾ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിട്ട് എങ്ങനെ വന്നിരിക്കുകയാണ്. അവിടെ മൊത്തം ചെയ്യാൻ പറ്റും. അയ്യോ, നടക്കാൻ പറ്റുന്നു. അതിന് ചെവിയെല്ലാം പൊത്തിയിട്ടാണ് ആൾക്കാർ പോകുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. അവർ വന്ന് ഈ ഈയാമ്പാറ്റകളെല്ലാം കൂടെ വന്ന് കളറാക്കി ഫുൾ അവിടെ അപ്പുറത്തൊക്കെ ലൈറ്റുകൾ ഓഫ് ചെയ്ത് നൈസായിട്ടൊക്കെയാണ് ആൾക്കാർ കടകൾ നയിക്കുന്നത്. അവിടെ പലഹാരവും എല്ലാം ഇതിലെല്ലാം ഈയാമ്പാറ്റകളാണ് മൊത്തം. വേറെ ഒന്നും പറയാനില്ല. മൊത്തം ഈയാമ്പാറ്റയെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റൂ. കാരണം എവിടെ നോക്കിയാലും ഈയാമ്പാറ്റ. ഇത് ചെവിയിലേക്ക് കയറിപ്പോയി. ഞാൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ ഒരു കൈ ചെവിയും ഒരു കയ്യിൽ മൊബൈലാണ്, എങ്കിലും രണ്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഈ കൈ പൊത്തി വെച്ചുകൊണ്ടാണ് നടന്നത്. പിന്നെ ഇങ്ങ് വന്നപ്പോൾ ഇവിടെ സ്റ്റേജിൻ്റെ അവിടെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ നേരെ സ്റ്റേജിൻ്റെ ഓപ്പോസിറ്റ് അവിടെ മൊത്തം ലൈറ്റിൻ്റെ ചുറ്റും ഈയാമ്പാറ്റ. വേറെ ഒന്നും പറയാനില്ല. ഇത് തന്നെ പറയാനുള്ളൂ ഈയാമ്പാറ്റയെക്കുറിച്ച്. പിന്നെ ഇതിനിടയ്ക്ക് ഒരു പ്രാസംഗികനെക്കുറിച്ച്, ഇന്ന് മാധ്യമധർമ്മത്തിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ചർച്ചയും ഇത് സമ്മേളനമായിരുന്നു. ഇപ്പോൾ സമ്മേളനമൊക്കെ സൂപ്പറായിരുന്നു. കേൾക്കാനൊക്കെ നല്ല പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെയാണ് സംസാരിച്ചത്. ഈ മാതൃഭൂമിയുടെയൊക്കെ എഡിറ്ററൊക്കെ ആയിരുന്നു എൻ്റെ ഉദ്ഘാടനം. പിന്നെ അപ്പോൾ അതൊക്കെ കേട്ടോണ്ടിരിക്കുന്നെങ്കിലും അതൊന്നും ശ്രദ്ധിക്കേണ്ട സമയമില്ല. ശ്രദ്ധിച്ച് ഗ്രഹിക്കാൻ നല്ല പ്രസംഗമായിരുന്നു. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട ആ സമയം കിട്ടുന്നില്ല. കാരണം എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. മേളിലൊക്കെ ഗച്ചമനയിലെല്ലാം മൊത്തം ഈയാമ്പാറ്റകളായിരുന്നു. ഞാൻ കുറച്ച് നേരം കേട്ടിരുന്നു. പിന്നെയും എന്തായാലും മേളിൽ ഗച്ചമനയിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അവിടെ ഇതൊന്നും കാണൂലല്ലേ. ഞാൻ നിൽക്കുന്ന ആ ഭാഗത്ത് ആൾക്കാരിങ്ങനെ ചെവിയൊക്കെ പൊത്തിക്കൊണ്ടാണ് പോകുന്നത്. ഈയാമ്പാറ്റകൾ ഇവിടെ കുറച്ച് ഭാഗത്ത് വലിയ പ്രശ്നമില്ലായിരുന്നു. ആ സ്റ്റേജിൻ്റെ അവിടെ. എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ ലൈറ്റ് ഹൗസിൽ മൊത്തം ഇത് തന്നെ. കുറച്ച് മുന്നേ ഭയങ്കര ഇതായിരുന്നു, ഒരു രക്ഷയിൽ. മഴ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കപ്പുറത്ത് മഴ പെയ്തു, നല്ല രീതിയിൽ പെയ്തു. അപ്പോൾ മണ്ണിലുണ്ടായിരുന്ന എല്ലാം ഇങ്ങനെ പുറത്തോട്ട് വന്നതാണ്. പക്ഷെ സംഭവം കളറായി. എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു അനുഭവമായി. പിന്നെ അങ്ങനെ ഞാൻ എന്തായാലും കണ്ടോ, ഇത് ആ സ്റ്റേജിൻ്റെ നേരെ ഫ്രണ്ടിലാണ്. ഭാഗ്യവശാൽ ഇത് സ്റ്റേജിൻ്റെ ആ ഭാഗത്തോട്ടൊന്നും പോയില്ല. എങ്കിൽ പിന്നെ സമ്മേളനം മാറ്റി വയ്ക്കേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. ഞാനങ്ങ് ഗച്ചമേലോട്ടൊന്ന് പോയി നോക്കാം. എന്തായാലും അവിടെയും ഈ ഈയാമ്പാറ്റകൾ ആക്രമിക്കാൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. സംഭവം വേറെ ഇന്ന് കൃഷ്ണമല വന്നവർക്കെല്ലാം ഒരു പുതിയ ഒരു അനുഭവം. പുതിയല്ല, ഇതിന് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇത് ഞാൻ ഇതിന് മുന്നേ ഇത്രയും കണ്ടിട്ടില്ല. ഫുൾ റോഡ് കവർ ചെയ്ത് മൊത്തം ഇത് തന്നെ. ഞാൻ പക്ഷേ ഇടയ്ക്ക് വെച്ചാണ് വണ്ടിയിൽ വന്നതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് കയറിപ്പോന്നതാണ്. താഴ്ത്തുന്നേ ഉണ്ടായിരുന്നു. ഇവിടെ അതേ ഗതി തന്നെ. കൃഷ്ണമലയിലും അതേ സംഭവം തന്നെ. മൊത്തം ഈയാമ്പാറ്റകളാണ്. ചെറുതായിട്ടൊക്കെ കുറഞ്ഞു വരും, വീണ്ടും ഒരുപാടാവും. അങ്ങനെ ആ ഒരു ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് എൻ്റെ അണ്ണൻ്റെ മോള്, പിന്നെ ഒരു ചേട്ടത്തി, അവരുടെ മക്കൾ, പിള്ളേരെല്ലാം കൂടെ അത് കൃഷ്ണമലയിലിട്ട് വന്നു. അവർ കളിക്കുള്ളതാണ് വീട്. അപ്പോൾ അവർ സംസാരിച്ചിട്ടങ്ങ് പോയി. അവർ ഈയാമ്പാറ്റ ശല്യം കൊണ്ട് അവർ താഴത്തിറങ്ങി പോയെന്ന് തോന്നുന്നു, കാണാനില്ല. ഞാൻ പിന്നെ ഈ ഈയാമ്പാറ്റകളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോകുന്നു. അവർ കൃഷ്ണമലയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോകുമെന്ന് തോന്നുന്നു. ആണോ? അപ്പോൾ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.